ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ്. ഗൈസ് ഞങ്ങൾ അങ്ങനെ വണ്ടറിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ഞങ്ങളുടെ പ്ലാൻ സക്സസ് ആയില്ലേ? എല്ലാവരും കാണും, ഇങ്ങനെ കാണിക്കില്ല. അപ്പോൾ ഞങ്ങൾ ട്രെയിന് കുറച്ച് നേരം വരും. അപ്പോൾ ഞങ്ങൾ കീറും കാട്ടി കൊടുക്കും. അതെ, ഞങ്ങൾ ഇന്ന് ഫുൾ പോയി ചില്ല് ചെയ്യാൻ പോവുകയാണ്. കുറേ പ്ലാനുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ ഇത് ഞങ്ങൾ നടത്തിച്ചു. എങ്ങനെയൊക്കെ ഞാൻ വണ്ടറിൽ പോണ വരെ ഫോൺ വെക്കുന്ന വരെ ചിലപ്പോൾ വീഡിയോ എടുക്കും. അത് ഞാൻ ചിലപ്പോൾ നമ്മൾ എടുത്ത് വെക്കില്ല ഫോൺ അല്ലേ? അതെ അങ്ങനെ. അപ്പം ഞാൻ അടുത്ത ട്രെയിൻ വന്നിട്ട് കാണിക്കും. ഫോട്ടോ എടുക്കാമോ? അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ട്രെയിൻ എത്തി. എറണാകുളം പോകാനുള്ളത് നല്ല നേരത്തെ ആയിരുന്നു രാവിലെ. അതൊക്കെ ഞങ്ങൾക്ക് സീറ്റൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നല്ല സൂപ്പർ തിരക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ സെറ്റായി, സീറ്റൊക്കെ കിട്ടി, റെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ആലുവ എത്തി. ആലുവയിൽ നിന്നാണ് നമുക്ക് കുറച്ചുകൂടി അടുത്ത്. അപ്പോൾ നമ്മൾ ആലുവയിൽ നിന്ന് മെട്രോ കയറി പാലാരിവട്ടം പോയി ഇറങ്ങാം. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മൾ ഓട്ടോയൊക്കെ പിടിച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് മെട്രോ സ്റ്റേഷനിൽ കയറി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. ഞങ്ങൾ അവിടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് നടക്കുകയാണ്. നമുക്ക് ടൈമുണ്ട് അത്യാവശ്യം. വണ്ടർല കാക്കനാടാണല്ലോ, സോ കുറച്ച് ടൈമുണ്ട്. 11 മണിക്ക് സ്റ്റാർട്ട് ആവുള്ളൂ. സോ അതിനനുസരിച്ച് നമുക്ക് അവിടെ എത്തിയാൽ മതി. അങ്ങനെ വീണ്ടും നമ്മൾ വേറൊരു മെട്രോ സ്റ്റേഷനിലെത്തി, പാലാരിവട്ടത്ത്. പാലാരിവട്ടത്തു നിന്നാണ് കുറച്ചുകൂടി കാക്കനാടിക്ക് എളുപ്പം എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ആലുവ ഇറങ്ങി പിന്നെ പാലാരിവട്ടം വന്ന് ഇറങ്ങി. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ കാക്കനാട് ബസ് പിടിക്കാൻ വിചാരിച്ചു. നേരെ വണ്ടറിലേക്കുള്ള ബസ് കിട്ടുമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് കാക്കനാടിക്കായിരുന്നു. സോ ഞങ്ങൾ കാക്കനാട് ബസ് കയറി. അങ്ങനെ അടുത്ത ബസ് പിടിച്ച് വണ്ടറിലേക്കുള്ള ബസ് നേരെ കയറി. ഞങ്ങൾ വണ്ടർലയിലെത്തി. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. ഞങ്ങളങ്ങനെ വണ്ടർലയിൽ എത്തിയിരിക്കുകയാണ്. നല്ല എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. കുറേ ഉണ്ട് സ്റ്റെപ്പ് ഇട്ടോ കയറാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവർ പണ്ട് വന്നിട്ടുണ്ട് വീക്കാലായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ച് വരുന്നത്. ചത്തു ഇപ്പൊ തന്നെ. കള്ളം വണ്ടി.
ഗൈസ് കുറേ നടക്കാണ്ട്, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വെള്ളത്തിലും റൈഡൊക്കെ കയറി കളിച്ചു വരുമ്പോഴേക്ക് എന്താവും അറിയില്ല. നല്ല അടിപൊളി തിരക്കായിരുന്നു. പിന്നെ അവിടെ എപ്പോഴും തിരക്കാണല്ലോ. പിന്നെ ഇന്നൊരു സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി കൂടുതലായിരുന്നു. വെക്കേഷൻ ആണല്ലോ. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. സോ നേരെ ഉള്ളിലേക്ക് കയറി. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബാഗ് എവിടെ, നമ്മൾ ഡ്രസ്സിങ് റൂം എവിടെ, അങ്ങനെയൊക്കെ ഒരു തപ്പല്ലായിരുന്നു. ഫുൾ നമ്മൾ നോക്കലായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഡ്രസ്സിങ് റൂമിലേക്ക് പോവാണ്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലോക്കറിൻ്റെ കാര്യം എങ്ങനെയൊക്കെയാണെന്ന് നോക്കണം. അങ്ങനെ ഞങ്ങളിത് ആ ഡ്രസ്സൊക്കെ ചെയ്തു. ഞങ്ങൾ ജസ്റ്റ് ഒരു ടീഷർട്ടും ഒരു പാൻറ്റും, നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെയൊക്കെ ഇട്ട് ഞങ്ങളിതാ നമുക്ക് ലോക്കറിൽ വെക്കേണ്ട എങ്ങനെയൊക്കെയാണ്. അവിടെ നിന്ന് ഒരു വാച്ച് പോലത്തെ ഒരു സാധനം കിട്ടും. ഇതാണത്. സോ അങ്ങനത്തെ ഒരു സാധനമൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങളിതാ ലോക്കറിൽ വെക്കാൻ പോവാണ് സാധനങ്ങളൊക്കെ. കാണിക്ക് നോക്കട്ടെ എന്താ ഇതാ ഫോൺ ലോക്കറിൽ വെക്കാൻ പോവാണ്. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ല. ബൈ ഗൈസ്, ഞങ്ങൾ പോയിട്ട് ബൈ പറയാനുണ്ട് എൻ്റെ ആൾക്കാർ. ബൈ, ഇനി വന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങളിത് ആ റൈറ്റ്സിലൊക്കെ കയറി ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ ഫോണൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും വിഷ്വൽസ് എൻ്റെ കയ്യിലില്ല. ഇനിയിപ്പോൾ ഇതാ കറക്റ്റ് നമ്മളൊരു ഫുഡ് ടൈമായി. അപ്പോൾ ഒരു ബിരിയാണിയോ ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങളങ്ങനെ എല്ലാവരും ടയേർഡ് ആവാനായി, നമുക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. സോ നമ്മളിതാ നല്ല അടിപൊളി ഫുഡായിരുന്നു, നന്നായി കഴിച്ചു. അപ്പോൾ ഗൈസ് ഞങ്ങൾ റൈറ്റ്സൊക്കെ കയറി ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ഞങ്ങളിതാ വീണ്ടും അല്ല ഞങ്ങൾ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. റൈറ്റ്സ് സൂപ്പറായിരുന്നു. ലാസ്റ്റ് ഞാൻ പറയാം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്. സൂപ്പറായിരുന്നല്ലേ? ഇതാട്ടോ നമ്മുടെ ലോക്കറിൻ്റെ ഇതിൻ്റെ ഇതിന് സ്കാൻ ചെയ്ത് നമ്മുടെ ഇത് തുറക്കും. നമ്മുടെ ബാഗ് നല്ല വൃത്തിയായിട്ട കോലായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനി ഞാൻ വെള്ളത്തിലൊക്കെ കളിച്ച് വന്ന് അങ്ങനെ കാണിച്ചു തരാം. ഓപ്പണായി ചെരുപ്പൊക്കെയാണെങ്കിൽ അഞ്ഞി കാണിച്ചു കൊടുക്കും. ചെരുപ്പൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഫുൾ. അപ്പം ഞങ്ങളിനി ഫോൺ വയ്ക്കാൻ പോവാണ്. ബായ്. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അത്ര നനഞ്ഞ് കുളിച്ചാണ് വന്നത്. ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി, നമുക്ക് ട്രെയിനിൻ്റെ ഒക്കെ ടൈമായി. സോ ഞങ്ങൾ വേഗം ഇറങ്ങി അവിടുന്ന്. അപ്പോൾ അതാ തിരിച്ച് നമ്മൾ പോണേൻ്റെ ഒരു കുറച്ച് വിഷ്വൽസാണ്. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ അങ്ങനെ വണ്ടർലയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിനി പോവുകയാണ്, തിരക്കൂട്ടി പോവാണ്. ഇനി എപ്പോഴാണ് വീടത്തെ, എപ്പോഴാണ് ട്രെയിൻ, എപ്പോഴാണ് ബസ് ഒന്നും പറഞ്ഞുകൂടെ. ഞങ്ങൾ നടക്കുകയാണ്. ഇനി കുറച്ച് ദൂരം ഞങ്ങൾക്ക് കുറേ നടക്കാണ്ട്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ വെള്ളത്തിൽ അല്ലേ, അത് അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ അങ്ങനത്തെ ഒരു വൺ ഡേ ട്രിപ്പ് ഇവിടെ ഇതാക്കണം. ഇനി കുറച്ച് ട്രെയിനിൽ പോകണം. വിഷ്വൽസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ബൈ ബൈ വണ്ടർലാ. ബൈ പറയൂ ശ്രീ.
ഞങ്ങളങ്ങനെ ദാ ബസ് കാത്തു നിൽക്കാൻ പോവാണ്. ഇനി പാലാരിവട്ടം മെട്രോയിൽ കയറി ഞങ്ങൾ പോവുകയാണ് ഗൈസ്. പക്ഷെ ബസ് കിട്ടുമോ ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. 7:15 ഷൊർണൂർക്കൊരു ബസ് ഉണ്ട്, അല്ല ട്രെയിൻ ഉണ്ട്. കിട്ടുമെന്ന് അറിയില്ല, നോക്കാം, ട്രൈ ചെയ്യാം. ബായ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അങ്ങനെയായിരുന്നു. ഞങ്ങൾ ബസ് കയറി, അതിനുശേഷം വേറെ ബസ് പിടിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു ഇതുമായിരുന്നു മൊത്തത്തിൽ. എന്നാലും ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അതാണ്, ഒരു തിരക്കായിരുന്നു, ട്രെയിൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ തിരക്കായിട്ട് പിന്നെ അവസാനം ഞങ്ങൾ ആലുവ സ്റ്റേഷൻ എത്തി. അവിടുന്ന് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി 8:45. അങ്ങനെ ഞങ്ങൾ ഫുൾ സെറ്റായി. ഇനിയുള്ള വിഷ്വൽസൊന്നും ഞാൻ അങ്ങനെ അധികം എടുത്തിട്ടില്ല, എവിടെയൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയർഡെന്ന് പറഞ്ഞാൽ അത്ര ടയർഡായിരുന്നു, കാരണം അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ നല്ല ടയർഡായിരുന്നു. ട്രെയിനിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു, ജനറലിൽ ഒന്നും പറയാനില്ല. അത്ര തിരക്കെന്ന് പറഞ്ഞാൽ സൂപ്പർ തിരക്ക്. കുറേ നേരം ഉറങ്ങി. അപ്പോൾ ഗൈസ് ദാ ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. ടയേർഡായിരുന്നു. ഞങ്ങൾ ഫ്രഷൊക്കെ ആയി, ഫുഡൊക്കെ കഴിച്ച് ഇനി ഉറങ്ങാൻ പോവുകയാണ്. എനിക്ക് ലാസ്റ്റ് ട്രെയിനിൽ വരുന്ന അങ്ങനത്തെ വിഷ്വൽസൊന്നും അധികം എടുക്കാൻ പറ്റില്ല. കുറച്ച് എവിടേക്ക് എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ടയേർഡായിരുന്നു, നല്ല തിരക്കുമായിരുന്നു, ഒടുക്കത്തെ തിരക്ക്. സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നിൽക്കാൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ഞാൻ ആർദ്രയുടെ വീട്ടിൽ തന്നെയാണ്, തിരിച്ച് വീട്ടിൽ പോയിട്ടില്ല. നാളെ തിരിച്ച് വീട്ടിൽ പോകും. നല്ല അടിപൊളിയായിരുന്നു വണ്ടർല ട്രിപ്പ്. ഞങ്ങൾക്ക് ഇഷ്ടമായി. 1 ഡേ ട്രിപ്പാണെങ്കിൽ ഞങ്ങൾ നൈസ് അടിച്ച് പൊളിച്ചു അല്ലേ? ബാക്ക്ഗ്രൗണ്ട് നല്ലായിരുന്നു. വണ്ടർല ഞങ്ങൾ മാക്സിമം അത്യാവശ്യം മുതലാക്കിയിട്ടുണ്ട്. പൈസക്കുള്ള ഞങ്ങൾ മുതലാക്കി വന്നിട്ടുണ്ട്. എൻജോയ്മെന്റ് അടിപൊളിയാക്കിയിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ സൂപ്പറായിരുന്നു. അതിൻ്റെ ഒന്നും വിഷ്വൽസ് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞങ്ങൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അധികം ഇത് ലാഗ് ആക്കി കൊളാക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.